നമസ്കാരം എസ് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ജീവനക്കാരെ പ്രതിപക്ഷത്ത് നിർത്തുന്ന സമീപനം ഇടതു സർക്കാരിന് യോജിച്ചതല്ലെന്ന് ജോയിന്റ് കൗൺസിൽ. സർവീസ് മേഖല ശക്തിപ്പെടുത്തുന്നതിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിലും ഇടതു സർക്കാർ ജാഗ്രത പുലർത്തണം. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് നൽകണമെന്നും ആവശ്യപ്പെട്ട് പാലക്കാട് കലക്ടറേറ്റിലേക്ക് ജോയിന്റ് കൗൺസിൽ മാർച്ച്. വടക്കഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന ചിത്രങ്ങളും CCTV ദൃശ്യങ്ങളും പുറത്ത്. കവർച്ച നടന്നത് പുലർച്ചെ 1 മണിയോടെയെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. പൂവിളിയുമായി അത്തനെത്തി. മലയാളിക്കിത് മദ്യരിക്കുന്ന ഓണക്കാലം. വടക്കുംനാഥന്റെ തെക്കേ ഗോപുരനടയിൽ ഭീമൻ പൂക്കളമൊരുക്കി അത്തത്തെ വരവേറ്റ് തൃശൂർ സായാഹ്ന സൗഹൃദവേദി. ആവേശത്തിന്റെ പുലിക്കളിക്ക് ശക്തന്റെ തട്ടകത്തിൽ കൊടിയേറി. വാർത്തകൾ വിശദമായി. ജീവനക്കാരെ പ്രതിപക്ഷത്ത് നിർത്തുന്ന സമീപനം ഇടതു സർക്കാരിന് യോജിച്ചതല്ലെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി PS സന്തോഷ് കുമാർ. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് നൽകണമെന്നും ആവശ്യപ്പെട്ട് ജോയിന്റ് കൗൺസിൽ പാലക്കാട് കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവീസ് മേഖല ശക്തിപ്പെടുത്തുന്നതിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിലും ഇടതു സർക്കാർ ജാഗ്രത പുലർത്തണമെന്നും PS സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്നത് LDF വാഗ്ദാനമാണ്. എന്നാൽ പങ്കാളിത്ത പെൻഷൻ പഠന കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കാണാനായി ജോയിന്റ് കൗൺസിലിന് നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന് തന്നെയാണ് ജോയിന്റ് കൗൺസിലിന്റെ നിലപാട്. സർവീസ് മേഖലയിൽ പരിഷ്കരിക്കപ്പെടേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇടതു സർക്കാരിൻ്റെ കാലത്ത് അവ നടപ്പിലാക്കേണ്ടതാണ്. സാമ്പത്തിക പരാധീനതയുടെ പേരിൽ ആനുകൂല്യങ്ങൾ പിടിച്ചുവെക്കുന്നത് ഇടതു സർക്കാരിന് ചേർന്നതല്ലെന്നും കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ സമീപനത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭം അനിവാര്യമാണെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പൊതുനിരത്തിലേക്ക് ജീവനക്കാരെയും അധ്യാപകരെയും സമരസമിതിക്കാരെയും എല്ലാം അവരുടെ ഏതെങ്കിലും ഒരു ആവശ്യവുമായി ഒരിക്കൽ പോലും വരരുത് എന്ന് ശാഠ്യം പിടിക്കുന്ന സംഘടനയാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി. കാരണം സമരസമിതിക്കൊരു വിശ്വാസമുണ്ട്. സമരസമിതിയുടെ വിശ്വാസം എന്ന് പറയുന്നത് കേരളത്തിലെ പണിയെടുക്കുന്ന മനുഷ്യരുടെ ഹൃദയവികാരങ്ങൾ ഒപ്പുവെക്കുന്ന, അവരുടെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റുവാങ്ങുന്ന, തൊഴിലാളിപക്ഷ ജനപക്ഷ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ അധ്യാപകരെ ഒരിക്കൽ പോലും ഒരു സമരമുഖത്തേക്ക് തള്ളിവിടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ. എന്നാൽ നിർബന്ധിതമായിരിക്കുകയാണ്. ഈ ധർണയ്ക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത് അതിജീവന ധർണ എന്നാണ്. സംസ്ഥാന പ്രസിഡന്റ് P വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC ഗംഗാധരൻ, സംസ്ഥാന സെക്രട്ടറി M മുകുന്ദൻ, വിവിധ സംഘടനാ നേതാക്കളായ MN വിനോദ് കുമാർ, MS റീജ, N പ്രജിത, മണികണ്ഠൻ, K കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. വടക്കഞ്ചേരി മേഖലയിലെ ക്ഷേത്രങ്ങളിൽ മോഷണം തുടർക്കഥയാകുകയാണ്. ഇതിനിടെ ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന ചിത്രങ്ങളും CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പുലർച്ചെ 1 മണിയോടെയാണ് ക്ഷേത്രത്തിൽ കവർച്ച നടന്നതെന്ന് പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു. മോഷണവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി പോലീസ് പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. വടക്കാഞ്ചേരി മേഖലയിലെ ക്ഷേത്രങ്ങളിൽ അടുത്തിടെയായി മോഷണം പെരുകുകയാണ്. പ്രശസ്തമായ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഗുരുതിത്തറയ്ക്ക് സമീപമുള്ള ഭണ്ഡാരം തകർത്താണ് മോഷ്ടാക്കൾ പണം കവർന്നത്. നാഗത്തറയിലെയും ആൽത്തറയിലെയും ഭണ്ഡാരങ്ങളുടെ പൂട്ടുകൾ തകർത്തിട്ടുണ്ടെങ്കിലും മോഷ്ടാക്കൾക്ക് അവിടെ നിന്ന് പണമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉത്രാളിക്കാവ് ക്ഷേത്രം അധികൃതർ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് രാവിലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിരുന്നു. മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ രാവിലെ വിളക്ക് വയ്ക്കാൻ ചെന്നപ്പോഴാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. വിവരമറിഞ്ഞ ഒട്ടനവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ക്ഷേത്ര പരിസരത്തെ ഹൈമാസ് ലൈറ്റുകൾ നാളുകളായി കത്തുന്നില്ലെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. CCTV ദൃശ്യങ്ങളും മോഷ്ടാവിൻ്റേതെന്ന് കരുതുന്ന ചിത്രങ്ങളും പുറത്തുവന്നതോടെ ഉടൻ തന്നെ മോഷണത്തിന്റെ ചുരുളഴിയുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പാലക്കാട് RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യൂണിയൻ സെക്രട്ടറി K. ബാബു MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് അനുവദിക്കുമ്പോൾ പാർക്കിംഗ് കേന്ദ്രം പെർമിറ്റിൽ രേഖപ്പെടുത്തുക, എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് എടുക്കാൻ സൗകര്യമൊരുക്കുക, ടാക്സി വാഹനങ്ങളുടെ സ്പെഷ്യൽ പെർമിറ്റ് കുടിശ്ശിക ഒഴിവാക്കുക, വാഹനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ നടപടി റദ്ദ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU RT ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അഞ്ചുവിളക്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. യൂണിയൻ ജില്ലാ ട്രഷറർ അബ്ദുൾ സുക്കൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ്, S. പ്രദോഷ്, സോണി രാജ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TP രാധാകൃഷ്ണൻ, ജെയ്സൺ പള്ളായി, ശശിധരൻ, MR രാഗേഷ്, ഷംസുദ്ദീൻ, യൂണിയൻ മുണ്ടൂർ ഡിവിഷൻ സെക്രട്ടറി പ്രേമകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി തൃത്താല ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ജോയിന്റ് RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഫിറ്റ്നസ് ദിനങ്ങൾ കുറിച്ച് നടപടി പിൻവലിക്കുക, സ്പെഷ്യൽ പെർമിറ്റിന്റെ സർവീസ് ചാർജ് കുടിശ്ശിക ഒഴിവാക്കുക, ഓട്ടോറിക്ഷ പെർമിറ്റിൽ പാർക്കിംഗ് കേന്ദ്രം രേഖപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി തൃത്താല ഡിവിഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ജോയിന്റ് RT ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് മേലെ പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ചു. യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിലും മാർച്ച് സംഘടിപ്പിച്ചത്. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥരുടെ തെറ്റായ തീരുമാനങ്ങൾക്ക് വകുപ്പ് മന്ത്രി പോലും കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായി NP വിനയകുമാർ ആരോപിച്ചു. ആ വിഷയങ്ങളും കൃത്യമായി പഠിച്ചുകൊണ്ട് ഒരു നിലപാട് പറയുന്നതിന് പകരം തെറ്റായ രൂപത്തിൽ നിലപാട് പ്രഖ്യാപിക്കുകയും പിന്നീട് പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ അത് തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകുന്നതിനുള്ള ദിവസം വെട്ടിക്കുറച്ചു എന്നാണ്. ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം ഉണ്ടായിരുന്നു അല്ലേ, 4 ദിവസം ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 6 ദിവസം പ്രവൃത്തി ദിവസമുണ്ട്. 6 ദിവസവും ഫിറ്റ്നസ് നൽകാൻ തീരുമാനിച്ചാൽ തന്നെ വീണ്ടും വാഹനങ്ങൾ ബാക്കി വരിക. കൃഷ്ണകുമാർ അധ്യക്ഷനായി. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PP രാമചന്ദ്രൻ, MK പ്രദീപ്, MR ജയശങ്കർ, ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം, 2 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെ കോട്ടായി മേജർ റോഡിലാണ് അപകടം നടന്നത്. മങ്കര സ്വദേശികൾ സഞ്ചരിച്ച ബൈക്കും കുത്തന്നൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർധന കുടുംബത്തിന് വീടൊരുക്കി നൽകി CPM പ്രവർത്തകർ. കോങ്ങാട് പൂതങ്കോട് സ്വദേശിയായ പ്രമോദിനും കുടുംബത്തിനുമാണ് കോങ്ങാട്ടെ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത്. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ 2 പെൺമക്കൾക്കൊപ്പമാണ് കോങ്ങാട് പൂതങ്കോട് ഓട്ടോ ഡ്രൈവറായ പ്രമോദ് താമസിച്ചു വരുന്നത്. പ്രമോദിന്റെയും കുടുംബത്തിന്റെയും പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കിയാണ് കോങ്ങാട്ടെ CPM പ്രവർത്തകർ വീട് നിർമ്മിക്കാനായി മുന്നിട്ടിറങ്ങിയത്. 600 സ്ക്വയർ ഫീറ്റിൽ 9.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വീടിന്റെ നിർമ്മാണം. താക്കോൽദാന ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ്, ഏരിയ സെക്രട്ടറി CR സജീവ്, ഏരിയ അംഗങ്ങളായ V സേതുമാധവൻ, T അജിത്, A പ്രശാന്ത്, ലോക്കൽ സെക്രട്ടറിമാരായ SP ജയദേവൻ, MS ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പൂവിളിയുമായി അത്തം പിറന്നു. മലയാളിക്ക് മധുരമുള്ള ഓണക്കാലം. വർണ്ണപ്പൂക്കളമൊരുക്കി അത്തത്തെ വരവേറ്റതോടെ പൊന്നോണത്തിന്റെ ഒരുക്കങ്ങളുടെ തിരക്കാണിനി. മലയാളത്തിന്റെ മാനസം പോലെ പ്രകൃതിയും അണിഞ്ഞൊരുങ്ങുന്ന വസന്തകാലമാണ് കേരളത്തിനിത്. പൂക്കളും പാറിപ്പറക്കുന്ന തുമ്പിക്കൂട്ടവും കാറ്റിൽ ഒഴുകിയെത്തുന്ന സുഗന്ധവും പൂവിളികളുടെ സംഗീതവും ദൈവത്തിന്റെ നാടിനെ തഴുകിത്തുടിപ്പിക്കുന്ന വിശേഷവേള. പൊന്നോണത്തിന്റെ കാത്തിരിപ്പിന് പൂക്കളങ്ങളുടെ വർണ്ണം ചാലിച്ച് അത്തം പിറന്നതോടെ ഇനി ഒരുക്കങ്ങളുടെ തിരക്കാണ്. രോഗദാരിദ്ര്യ ദുരന്തങ്ങളുടെ വേദനകളെ ഇത്തിരി നാൾ വിസ്മരിച്ച് ഇവിടെ ഈ ദിനങ്ങളിൽ മാനുഷ്യരെല്ലാം ഒന്നുപോലെ. മാവേലി നാടുവാണ കാലത്തിന്റെ മധുരസ്മരണയാണിത്. പഴമയുടെയും പുതുമയുടെയും ആഘോഷ സങ്കല്പങ്ങൾ സമ്മേളിക്കുമ്പോൾ
ഇന്ന് പൊന്നോണ ദിനങ്ങൾക്ക് വേറിട്ട പരിവേഷമാണ്. പൂവറിക്കാനിറങ്ങിയിരുന്ന കുട്ടിക്കൂട്ടവും ഓണത്തിൻ്റെ തനത് നാടൻ കളികളുമെല്ലാം പരിമിതമാകുമ്പോഴും സ്മരണകൾ സമ്മാനിക്കുന്ന ഗൃഹാതുരതയെ താലോലിച്ച് പുത്തനോണത്തിൻ്റെ പകിട്ടിനെ ആവേശത്തോടെ ഉൾക്കൊള്ളാൻ മലയാളക്കര മടിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം മുതൽ നാട്ടിലും നഗരങ്ങളിലും പുഷ്പവിപണി സജീവമാണ്. മഞ്ഞ, ഓറഞ്ച്, ചെണ്ടുമല്ലിപ്പൂക്കളാണ് പൂത്തട്ടുകളിലെ രാജകുമാരി. വാടാമല്ലിയും ജമന്തി, റോസ്, അലരി തുടങ്ങിയ പൂക്കളും പൂക്കടകളിൽ ലഭ്യമാണ്. പഴം, പച്ചക്കറി വിപണിക്കും ഉണർവ് സമ്മാനിക്കുന്ന ദിനങ്ങളാണിനി. വസ്ത്രവിപണിയും ഉണർന്നു കഴിഞ്ഞു. ഓണക്കോടിയുടെ പകിട്ട് മലയാളിക്ക് നിർബന്ധമാണ്. വ്യത്യസ്ത ഫാഷനുകളിലും ഡിസൈനുകളിലുമുള്ള വസ്ത്രങ്ങൾക്ക് പുറമെ മലയാള തനിമയെ താലോലിക്കുന്ന വസ്ത്രശേഖരങ്ങളും വിവിധ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ കാണാം. വള്ളുവനാടിൻ്റെ ഓണം ഗ്രാമീണതയുടെ നിറവും സുഗന്ധവുമുള്ളതാണ്. ഉൾപ്രദേശങ്ങളിൽ പഴമയുടെ തനിമ ചോരാതെ ഓണാഘോഷം സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും സമൃദ്ധിയുടെയും വിളംബരമായി ഇന്നും നിലനിൽക്കുന്നു. പാടങ്ങളിലും വഴിയോരങ്ങളിലും പഴയ തുമ്പയും മുക്കുറ്റിയും പൂത്തു നിൽക്കുന്നുണ്ട്. മ്ലാനതയുടെ മഴമേഘങ്ങൾ നീങ്ങുകയാണ്. പൊൻവെയിൽ ചിരിക്കുമ്പോൾ ഹൃദയങ്ങളിൽ നിറയുന്നു ഇളം ഊഷ്മാവുള്ള ആഹ്ലാദം. പൂവേ പൊലി, പൂവേ പൊലി, പൂവേ. മലയാളക്കര ആർത്തു വിളിക്കുന്നു. പൂവേ പൊലി, പൂവേ പൊലി, പൂവേ. ന്യൂസ് ഡെസ്ക് STV. അത്തപ്പുലരിയിൽ ഇത്തവണയും തൃശൂർ വടക്കനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ ഭീമൻ പൂക്കളം ഒരുങ്ങി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അനുസ്മരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പൂക്കളം തയ്യാറാക്കിയത്. തൃശൂർ സായാഹ്ന സൗഹൃദവേദിയാണ് വർഷങ്ങളായി ഭീമൻ പൂക്കളം ഒരുക്കുന്നത്. ഇത് 17ാം വർഷമാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അത്തപ്പൂക്കളം ഒരുക്കുന്നത്. 2000 കിലോ പൂക്കളാണ് അത്തപ്പൂക്കളത്തിനായി ഉപയോഗിച്ചത്. 30 അടിയാണ് ആരെയും വിസ്മയിപ്പിക്കുന്ന അത്തപ്പൂക്കളത്തിന്റെ വ്യാസം. 200ഓളം വരുന്ന അംഗങ്ങളാണ് പൂക്കളം ഒരുക്കിയത്. പുലർച്ചെ 5-ന് ആരംഭിച്ച പൂക്കളമൊരുക്കൽ 3 മണിക്കൂറിലധികം സമയമെടുത്താണ് പൂർത്തിയാക്കിയത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അനുസ്മരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പൂക്കളം തയ്യാറാക്കിയത്. പുലർച്ചെ മുതൽ നിരവധി പേരാണ് പൂക്കളം കാണാനും ദൃശ്യങ്ങൾ പകർത്താനും സെൽഫി എടുക്കാനും തെക്കേ ഗോപുരനടയിലെത്തിയത്. 2008-ലാണ് സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ആദ്യമായി തെക്കേ ഗോപുരനടയിൽ അത്തപ്പൂക്കളം ഒരുക്കിയത്. അവിടെ നിന്നിങ്ങോട്ട് തുടർച്ചയായി അത്തപ്പൂക്കളം ഒരുക്കി വരുന്നുണ്ട്. പൂക്കളത്തിൽ തുടങ്ങി കുമ്മാട്ടിയും പുലികളിയുമൊക്കെയായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ശക്തന്റെ തട്ടകം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശക്തന്റെ തട്ടകത്തിൽ നാലോണ നാളിൽ പുലിക്കൂട്ടമിറങ്ങും. തൃശൂർ 4ാം ഓണനാളിൽ നടക്കുന്ന പുലിക്കളിക്ക് നടുവിലാൽ ജംഗ്ഷനിൽ കൊടിയേറി. രാവിലെ 10 മണിയോടെ തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് കൊടിയേറ്റം നിർവഹിച്ചു. മറ്റ് ജനപ്രതിനിധികളും പുലിക്കളി സംഘം ഭാരവാഹികളും സ്ഥലത്തെത്തിയിരുന്നു. മേളത്തിനൊപ്പം ചുവടുവെച്ച് പുലിക്കളിയും അരങ്ങേറി. തൃശൂരിൻ്റെ ഓണാഘോഷങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പുലിക്കളി. നാലോണ നാളിൽ അരമണികിലുക്കി നഗരത്തിലേക്ക് ചുവടുവെച്ചിറങ്ങുന്ന പുലിക്കൂട്ടത്തെ കാണാൻ ആയിരങ്ങളാണ് ശക്തന്റെ തട്ടകത്തിലെത്തുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളത്തെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് കുടുംബസംഗമം നടന്നു. KVVES സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. സങ്കീർണമായ പ്രതിസന്ധികളിലൂടെയാണ് കേരളത്തിലെ വ്യാപാര വ്യവസായ മേഖല കടന്നുപോകുന്നതെന്ന് രാജു അപ്സര പറഞ്ഞു. ശേഷം 100% നിർത്തലാക്കി എന്നുള്ളതാണ്. നിയമത്തിൽ അതിപ്പോഴും ഉണ്ട്. പക്ഷേ ഗവൺമെൻറ്റുമായുള്ള ധാരണയിൽ ഇത്തരത്തിൽ ചെയ്യാൻ പറ്റില്ല. അത് പാവപ്പെട്ട കച്ചവടക്കാർ ജനങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് നൽകുന്ന വിലയാണ്. നിങ്ങളിപ്പോൾ ഇത് സാധാരണ ഇത് പർച്ചേസ് ചെയ്തോളൂ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല എന്ന ശക്തമായ നിലപാടെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ നമ്മുടെ പെൻഷൻ വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. നമുക്ക് 1300 തന്നെയായിരുന്നു. അതിന് ഗവൺമെൻറ് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം കൂടി ചേർത്തിട്ടാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത്. എന്നാൽ വ്യാപാരികൾക്ക് ഒരു മാനദണ്ഡവുമില്ലാതെ നൽകുന്നത് കൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേന്ദ്രത്തിൻ്റെ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 1300 എന്നുള്ളത് 1600 ആക്കാൻ നിർവാഹമില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞു.
ഏകോപന സമിതി വാണിയംകുളം യൂണിറ്റ് പ്രസിഡന്റ് ടി.എ. മുഹമ്മദ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. രാജു അപ്സര, ബാബു കോട്ടയിൽ, നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ പി. കൃഷ്ണദാസ്, ഹരിദാസ്, ഉമ്മർ, സുലൈമാൻ, അഭിലാഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ കുടുംബസഹായ നിധിയുടെ പ്രഖ്യാപനം നടത്തി. ജനറൽ സെക്രട്ടറി കെ.എ. ഹമീദ് അംഗങ്ങളുടെ ലിസ്റ്റ് പ്രകാശനം ചെയ്തു. ജില്ലാ ട്രഷറർ ഹരിദാസ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ടി.കെ. വിനിൽകുമാർ, ടി.പി. സക്കീർ, മുസ്തഫ വല്ലപ്പുഴ, മുസ്തഫ മുളയങ്കാവ്, പി.ടി. കൃഷ്ണകുമാർ, വി. മൊയ്തുഹാജി, കെ.പി. ഉമ്മർ, കെ.ബി. ജൂബി, സി.പി. ജയൻ, ഡോക്ടർ കൃഷ്ണദാസ്, മൊയ്തുഹാജി, മുഹമ്മദ് മാസ്, പ്രദീപ്, രമേഷ്, വേണുഗോപാൽ, ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റിലെ അംഗങ്ങൾക്ക് ഓണക്കോടി വിതരണവുമുണ്ടായി. വിവിധ കലാപരിപാടികളും നടന്നു. ചന്ദമേറിയ പൂവിലും ശബളഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്തചാതുരി കാട്ടിയും ഹന്തചാരോ കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ മീട്ടിയും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി മരുതൂർ വൈലിരിക്കാവ് ചെന്തോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ബാലാലയ പ്രതിഷ്ഠയും അനുജ്ഞാ പ്രാർത്ഥനയും നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പട്ടാമ്പിക്കടുത്ത് മരുതൂർ വൈലിരിക്കാവ് ചെത്തോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ 7:10 9:10 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് ബാലാലയ പ്രതിഷ്ഠയും അനുജ്ഞാ പ്രാർത്ഥനയും നടന്നത്. തട്ടയത്തമ്മയുടെ ശ്രീകോവിൽ പുനരുദ്ധാരണാർത്ഥമാണ് ദേവീ ചൈതന്യത്തെ ക്ഷേത്രത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി പ്രതിഷ്ഠ നടത്തിയത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്ര മേൽശാന്തി പുലാശ്ശേരി ഗിരീശൻ നമ്പൂതിരിപ്പാടിന്റെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. രാവിലെ 5:30 മുതൽ ഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും ഉണ്ടായിരുന്നു. ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായി. ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി വിശേഷാൽ പൂജകൾ, തായമ്പക, ചുറ്റുവിളക്കമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവനക്കാരെ പ്രതിപക്ഷത്ത് നിർത്തുന്ന സമീപനം ഇടതു സർക്കാരിന് യോജിച്ചതല്ലെന്ന് ജോയിന്റ് കൗൺസിൽ. സർവീസ് മേഖല ശക്തിപ്പെടുത്തുന്നതിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിലും ഇടതു സർക്കാർ ജാഗ്രത പുലർത്തണം. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് നൽകണമെന്നും ആവശ്യപ്പെട്ട് പാലക്കാട് കലക്ടറേറ്റിലേക്ക് ജോയിന്റ് കൗൺസിൽ മാർച്ച്. വടക്കഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം തുകത്ത് പണം കവർന്നു. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന ചിത്രങ്ങളും CCTV ദൃശ്യങ്ങളും പുറത്ത്. കവർച്ച നടന്നത് പുലർച്ചെ 1 മണിയോടെയെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. പൂവിളിയുമായി അത്തമെത്തി. മലയാളിക്കിത് മദ്യരിക്കുന്ന ഓണക്കാലം. വടക്കുംനാഥന്റെ തെക്കേ ഗോപുരനടയിൽ ഭീമൻ പൂക്കളമൊരുക്കി അത്തത്തെ വരവേറ്റ് തൃശൂർ സായാഹ്ന സൗഹൃദവേദി. ആവേശത്തിന്റെ പുലിക്കളിക്ക് ശക്തന്റെ തട്ടകത്തിൽ കൊടിയേറി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.